നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വിവാഹ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുഭവനപുരി ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 416 വിവാഹങ്ങൾ. റെക്കോർഡ് വിവാഹങ്ങൾക്കായി ദേവസ്വം ഒരുക്കിയത് പ്രൊഫഷണൽ സമീപനത്തിലൂന്നിയ കുറ്റമറ്റ ക്രമീകരണങ്ങൾ. അണ്ടത്തോട് പാപ്പാളിയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വടക്കേക്കാട് നാലാംകല്ല് കണ്ടംപുള്ളി സ്വദേശി 50 വയസ്സുള്ള ഉരുക്കുളങ്ങര സുനിയാണ് മരിച്ചത്. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് പരിക്ക്. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ്സും തമ്മിൽ നേർക്ക് നേർ കൂട്ടിയിടിക്കുകയായിരുന്നു. വാർത്തകൾ വിശദമായി. വിവാഹ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുഭവനപുരി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച 416 വിവാഹങ്ങളാണ് ക്ഷേത്ര സന്നിധിയിൽ നടന്നത്. റെക്കോർഡ് വിവാഹങ്ങൾ നടന്നിട്ടും തിരക്ക് അനുഭവപ്പെടുകയോ ഭക്തർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് നേരിടുകയോ ചെയ്തില്ല. പുലർച്ചെ 4:10 ഒന്നാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾ തുടങ്ങിയത്. മംഗളവാദ്യത്തിന്റെ അകമ്പടിയിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദ് രാജിന് താലിചാർത്തി. തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളിലും വിവാഹങ്ങൾ തുടങ്ങി. 8:30 250 വിവാഹങ്ങൾ നടന്നു. 9:30 നിലവിലെ റെക്കോർഡ് മറികടന്നു. 335 വിവാഹങ്ങളാണ് സുഗമമായ രീതിയിൽ നടന്നത്. ഉച്ചപൂജയ്ക്ക് നടയടയ്ക്കുന്നതിന് മുമ്പായി വിവാഹ തിരക്കൊഴിഞ്ഞു. നട തുറന്ന ശേഷം ഒരു വിവാഹം കൂടി നടന്നു. ഭക്തർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടോ തിരക്കോ അനുഭവപ്പെടാതെയാണ് ഇത്രയും വിവാഹങ്ങൾ നടന്നത് എന്നതും ചരിത്ര സംഭവമായി. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹവും ഭക്തരുടെ സഹകരണവുമാണ് ഇതിന് കാരണമെന്ന് ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് പറഞ്ഞു. ചിങ്ങത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയിലെ തിരക്ക് മുൻകൂട്ടി കണ്ട് കൃത്യമായ ആസൂത്രണമാണ് ദേവസ്വം നടത്തിയിരുന്നത്. നഗരസഭയും പോലീസും ഫയർഫോഴ്സും അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളെയും ക്രോഡീകരിച്ച് ദിവസങ്ങളായി ഒരുക്കങ്ങൾ നടത്തിയിരുന്നു. ഇതിന്റെ ഭാഗമായി 200ഓളം പോലീസുകാരെയാണ് ക്ഷേത്ര നഗരിയിൽ വിന്യസിച്ചിരുന്നത്. മോഷണങ്ങളും അനിഷ്ട സംഭവങ്ങളും തടയുന്നതിനായി മഫ്തി പോലീസിനെയും നിയോഗിച്ചിരുന്നു. നഗരത്തിൽ യാതൊരു തരത്തിലുള്ള ഗതാഗതക്കുരുക്കും അനുഭവപ്പെട്ടില്ല. ദർശനം, ചോറൂൺ, പ്രസാദഊട്ട് എന്നിവയ്ക്ക് തിരക്ക് കുറവായിരുന്നു. ഇത് വിവാഹങ്ങൾ ബുദ്ധിമുട്ടില്ലാതെ നടക്കാൻ കാരണമായി. വിവാഹ തിരക്ക് മുൻകൂട്ടി കണ്ട് ഭക്തർ സ്വയം നിയന്ത്രണമേർപ്പെടുത്തിയതാണ് ഇതിന് കാരണമെന്നാണ് കരുതുന്നത്. 444 വിവാഹങ്ങളാണ് ഇന്നത്തേക്ക് ഷീട്ടാക്കിയിരുന്നത്. ഇതിൽ 28 എണ്ണം ഒഴിവായി. സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ രാജ് ദേശ്മുഖ്, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, ടെമ്പിൾ പോലീസ് SHO KG ജയപ്രദീപ്, ദേവസ്വം ചീഫ് സെക്യൂരിറ്റി ഓഫീസർ S സുബ്രഹ്മണി, അസിസ്റ്റന്റ് സെക്യൂരിറ്റി ഓഫീസർമാരായ S സുനിൽകുമാർ, KS രവീന്ദ്രൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് തിരക്ക് നിയന്ത്രിച്ചത്. അണ്ടത്തോട് പാപ്പാളിയിൽ ദേശീയപാത മുറിച്ചു കടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രക്കാരൻ മരിച്ചു. വടക്കേക്കാട് നാലാംകല്ല് കണ്ടംപുള്ളി സ്വദേശി ഉരുക്കുളങ്ങര സുനിയാണ് മരിച്ചത്. 50 വയസ്സായിരുന്നു. പൊന്നാനി ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വിഫ്റ്റ് കാറാണ് അപകടത്തിനിടയാക്കിയത്. ശനിയാഴ്ച രാത്രിയിലാണ് സംഭവം. റൗഹത്ത് റീജൻസിയിൽ കല്യാണ ആവശ്യാർത്ഥം വന്ന് തിരിച്ചു പോകുമ്പോഴായിരുന്നു അപകടം. ഉടൻ തന്നെ അകലാട് മൂന്നേനി VKR ആംബുലൻസ് പ്രവർത്തകർ ചാവക്കാട് രാജ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. വടക്കേക്കാട് പോലീസ് എത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ഗുരുവായൂരിലെ സ്വകാര്യ അപ്പാർട്ട്മെന്റിനുള്ളിലെ ലിഫ്റ്റിനുള്ളിൽ 1 മണിക്കൂറോളം കുടുങ്ങിക്കിടന്ന 3 വയസ്സുകാരനടക്കം 6 പേരെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തി. തമിഴ്നാട് കരൂർ സ്വദേശികളായ ദിനേശ്, ലാവണ്യ, ഇളവരശി, ലത, തമിഴ് ഇനിയൻ, ബാലാമിത്രൻ എന്നിവരെയാണ് രക്ഷപ്പെടുത്തിയത്. കാരക്കാടുള്ള 8 നില കെട്ടിടമായ വൈകുണ്ഠം അപ്പാർട്ട്മെന്റ്സിൽ 3-ാം നിലയിലാണ് ലിഫ്റ്റിന്റെ സാങ്കേതിക തകരാർ മൂലം ഇവർ കുടുങ്ങിയത്. അപ്പാർട്ട്മെന്റിലെ ജോലിക്കാർ അരമണിക്കൂറോളം നേരം കിണഞ്ഞ് പരിശ്രമിച്ചിട്ടും ഇവരെ പുറത്തെത്തിക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ ലിഫ്റ്റിനുള്ളിൽ കുടുങ്ങിയവർ എമർജൻസി നമ്പറിൽ ഫോൺ വിളിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാലിന്റെ നേതൃത്വത്തിൽ ഗ്രേഡ് STO KC സജീവ്, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ AR നിതിൻ രാജ്, S സമീർ, R ദീപു എന്നിവരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഹൈഡ്രോളിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് ലിഫ്റ്റിന്റെ 2 വാതിലുകളും തുറന്ന് അകത്ത് കുടുങ്ങിയവരെ പുറത്തെത്തിക്കുകയായിരുന്നു. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടത്തിൽ ഒരാൾക്ക് പരിക്ക്. ഞായറാഴ്ച രാവിലെ 7:30-യോടെയാണ് അപകടമുണ്ടായത്.
കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ്സുകളും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഇരു ബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായി തകർന്നു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. പരിക്കേറ്റയാളെ കുന്നംകുളത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. സുമനസ്സുകളുടെ കരുതലിനും നാടിന്റെ പിന്തുണയ്ക്കും അവനികയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായില്ല. മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഒരുങ്ങിയ ചെമ്മന്തട്ട കാളിയേടത്ത് മനോജിന്റെ മകൾ 13 വയസ്സുള്ള അവനികയാണ് ചികിത്സയിലിരിക്കെ നാടിനെ കണ്ണീരിലാഴ്ത്തി മടങ്ങിയത്. അവനികയുടെ സഹോദരൻ ആയുഷിനും ഇതേ ആരോഗ്യ പ്രശ്നം തന്നെയായിരുന്നു. രണ്ടുപേർക്കുമായി ചികിത്സയ്ക്കും ശസ്ത്രക്രിയകൾക്കുമായി 1,20,00,000 രൂപയായിരുന്നു ആകെ ചെലവ്. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് ആവശ്യമായ തുകയിലേറെയും സമാഹരിച്ചിരുന്നു. ആയുഷിന്റെ മജ്ജമാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്തു. ഇതിനിടെയാണ് നാടിനെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് അവനിക വിട പറയുന്നത്. ചെന്നൈ അപ്പോളോ ആശുപത്രിയിലായിരുന്നു ചികിത്സകൾ നടത്തിയത്. സംസ്കാര ചടങ്ങുകൾ തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് നടക്കും. സുധയാണ് മാതാവ്. ഇനി ഓണവിശേഷം. മൂലം നാളിൽ ഗുരുവായൂർ ക്ഷേത്രത്തിന് മുന്നിൽ ഒരുക്കിയ വേണുനാഥം പൊഴിക്കുന്ന ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ആകർഷകമായി. 12 അടി നീളത്തിലും 8 അടി വീതിയിലുമായി ദീർഘചതുരാകൃതിയിൽ ഒരുക്കിയ പൂക്കളത്തിലാണ് ഓടക്കുഴലേന്തിയ കണ്ണന്റെ മനോഹര രൂപം ആവിഷ്കരിച്ചത്. താമരപ്പൂവിന് മുകളിൽ നിന്നാണ് ഉണ്ണിക്കണ്ണൻ മുരളിയൂതുന്നത്. പൂക്കളാൽ തീർത്ത കൃഷ്ണന്റെ ആഭരണങ്ങളും കിരീടവും മാലകളും ഓടക്കുഴലുകളും രൂപത്തിന് കൂടുതൽ മിഴിവേകി. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദീപസ്തംഭത്തിന് അരികിലാണ് ഇത്തവണ പൂക്കളം ഒരുക്കിയത്. ക്ഷേത്രസന്നിധിയിൽ റെക്കോർഡ് വിവാഹങ്ങൾ നടക്കുന്നതിനാൽ ഭക്തരുടെയും വിവാഹ സംഘങ്ങളുടെയും സഞ്ചാരത്തിന് തടസ്സമുണ്ടാകാതിരിക്കാനാണ് പൂക്കളം ദീപസ്തംഭത്തിന് അരികിലേക്ക് മാറ്റിയത്. തിരക്കിനിടയിലും പൂക്കളത്തിന്റെ ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനും കഴിയുന്ന തരത്തിലായിരുന്നു ക്രമീകരണം ഏർപ്പെടുത്തിയത്. ഓണനിറവിൽ നാട്. വിവിധ കൂട്ടായ്മകൾ, സംഘടനകൾ തുടങ്ങിയവയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾ തുടരുകയാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഓണച്ചന്തകളും സജീവമാണ്. വിശദാംശങ്ങളിലേക്ക്. കുന്നംകുളം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ 22ാം വാർഷികവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. 22ാം വാർഷികാഘോഷം, രോഗീ സംഗമം, ഓണാഘോഷം, ഉണ്ണിയേട്ടൻ അനുസ്മരണം എന്നിവ ബദനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വെച്ച് സംഘടിപ്പിച്ചു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാലിയേറ്റീവ് കെയർ പ്രസിഡന്റ് KM ഗഫൂർ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ സിനി ആർട്ടിസ്റ്റ് ദുർഗ സി വിനോദ് മുഖ്യാതിഥിയായിരുന്നു. ചടങ്ങിൽ വെച്ച് രോഗികൾക്കുള്ള ഓണക്കോടി വിതരണം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥും ഓണക്കിറ്റ് വിതരണം അമല ഹോസ്പിറ്റൽ ഡയറക്ടർ ഫാദർ ഷിബു പുത്തൻപുരയ്ക്കലും നിർവഹിച്ചു. മുഖ്യാതിഥിയായി സിനി ആർട്ടിസ്റ്റ് ദുർഗ സി വിനോദിനെ ചെയർപേഴ്സൺ സൗമ്യ അനുമോദിച്ചു. അമല ഫെലോഷിപ്പ് പ്രസിഡന്റ് ജോൺ ജോസഫ് ഉണ്ണിയേട്ടൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ താജ് പോൾ പനക്കൽ, കാട്ടക്കാമ്പൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, പാലിയേറ്റീവ് കെയർ സെക്രട്ടറി ഡോക്ടർ KV ദേവദാസ് എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. വാർഷികാഘോഷത്തോടനുബന്ധിച്ച് ചാവക്കാട് റിട്ടയേർഡ് ഹെഡ് മാസ്റ്റേഴ്സ് കൌൺസിൽ, കുന്നംകുളം വൈസ് വിമൻസ് ക്ലബ്, ചൊവ്വന്നൂർ ദേവാഞ്ജലി നൃത്തസംഘം എന്നിവർ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളും അരങ്ങേറി. കുന്നംകുളം പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിപുലമായ പരിപാടികളോടെ ഓണാഘോഷം സംഘടിപ്പിച്ചു. കുന്നംകുളം KR ഗ്രാൻഡ് റെസിഡൻസിയിൽ നടന്ന പരിപാടി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് ജിജോ തരകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രശസ്ത സംഗീത സംവിധായകൻ മണികണ്ഠൻ അയ്യപ്പ മുഖ്യാതിഥിയായി പങ്കെടുത്തു. പ്രസ് ക്ലബ് സെക്രട്ടറി അജ്മൽ ചമനൂർ സ്വാഗതവും ട്രഷറർ PS ടോണി നന്ദിയും പറഞ്ഞു. മണികണ്ഠ അയ്യപ്പയ്ക്ക് പ്രസ് ക്ലബിന്റെ ഉപഹാരം പ്രസിഡന്റ് ജിജോ തരകൻ സമ്മാനിച്ചു. തുടർന്നു നടന്ന ആഘോഷ പരിപാടികൾക്ക് അഖിൽ രാമപുരം, രവീന്ദ്രനാഥ് കൂനത്ത്, C സജിത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. മാധ്യമപ്രവർത്തകരുടെയും കുടുംബാംഗങ്ങളുടെയും പങ്കാളിത്തം കൊണ്ട് പരിപാടി സജീവമായിരുന്നു. വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ഓണസദ്യയും ഒരുക്കിയിരുന്നു. വടക്കേക്കാട് അഭയം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ രോഗികൾക്കും അവരുടെ വിയോഗാനന്തരം വിഷമിക്കുന്ന കുടുംബങ്ങൾക്കും കൂടി ഓണം ആഘോഷിക്കാൻ ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ, അഭയം വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് ഹനീഫ, മൈമൂന, സൈബുനീസ, ആയിഷ നൂറുദ്ദീൻ, സിറാജുദ്ദീൻ, ഉസ്മാൻ ചന്ദനത്ത്, നാസർ, സുധീഷ് എന്നിവർ കിറ്റുകൾ വീട്ടിലെത്തിച്ചു നൽകി. വടക്കേക്കാട് വെല്ലോസ് മീഡിയയുടെ നേതൃത്വത്തിൽ ഓണാഘോഷം നടത്തി. ഓണാഘോഷത്തിന്റെ ഭാഗമായി ഓഫീസിന് മുന്നിൽ നയന മനോഹര പൂക്കളവും ഒരുക്കിയിരുന്നു. തുടർന്ന് ഓണസദ്യയും ഉണ്ടായിരുന്നു. പരിപാടികൾക്ക് ഓഫീസ് ജീവനക്കാരും കേബിൾ ഓപ്പറേറ്റർമാരും ഫീൽഡ് വർക്കർമാരും നേതൃത്വം നൽകി. പൊന്നിയൂർകുളം ചെറായി ക്രിയേറ്റീവ് വായനശാലയുടെ നേതൃത്വത്തിൽ പ്രദേശത്തെ മുതിർന്ന പൗരന്മാർക്ക് ഓണക്കോടി സമ്മാനിച്ചു.
വായനശാലയിൽ നടത്തിയ പരിപാടി പൊന്നിയൂർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ ഉദ്ഘാടനം ചെയ്തു. ക്രിയേറ്റീവ് രക്ഷാധികാരി P സുനിൽകുമാർ അധ്യക്ഷനായി. നീതു രാജേഷ്, പ്രവ്യ പ്രബിൻ എന്നിവർ പ്രസംഗിച്ചു. 100ഓളം പേർക്കാണ് ഓണക്കോടി വിതരണം ചെയ്തത്. M ബിനോയ്, K ദജീഷ്, സനൽ, MH ശരത്, MB ആയുഷ്, VG വിഷ്ണു തുടങ്ങിയവർ നേതൃത്വം നൽകി. കേച്ചേരി സ്നേഹഭവൻ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. കിടപ്പുരോഗികളും കൂട്ടിരിപ്പുകാരും സ്നേഹഭവൻ പ്രവർത്തകരും പങ്കെടുത്ത ഓണസംഗമത്തിന്റെ ഭാഗമായി കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. സ്നേഹഭവൻ ട്രസ്റ്റ് ചെയർമാൻ P മാധവൻ അധ്യക്ഷനായി. കോതേടത്ത് അപ്പുനായർ മുഖ്യാതിഥിയായി. സ്നേഹഭവൻ സെക്രട്ടറി ജിസൺ ചൂണ്ടൽ, കുര്യാക്കോസ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. സ്നേഹഭവൻ പ്രവർത്തകർ, വളണ്ടിയർമാർ എന്നിവർ നേതൃത്വം നൽകി. ഗൃഹസന്ദർശനം നടത്തുന്ന രോഗികളും രോഗമുക്തി നേടിയവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ചടങ്ങിൽ പങ്കെടുത്ത എല്ലാ രോഗികൾക്കും ഓണസമ്മാനങ്ങൾ വിതരണം ചെയ്തു. സംസ്ഥാന കൃഷിവകുപ്പിന്റെയും ചാവക്കാട് നഗരസഭ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ഓണച്ചന്ത 2026 തുടക്കമായി. ഓഗസ്റ്റ് 22 മുതൽ 25 ചൊവ്വാഴ്ച വരെ 4 ദിവസങ്ങളിലാണ് വിപണി പ്രവർത്തിക്കുക. നഗരസഭാ ചെയർമാൻ AH അക്ബർ ഓണച്ചന്തയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ബിൻസി സന്തോഷ് അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് ADA സബീന പരീദ് ചടങ്ങിൽ പദ്ധതി വിശദീകരണം നടത്തി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ P യതീന്ദ്രദാസ്, വിദ്യാഭ്യാസകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രഞ്ജിത് കുമാർ, കുടുംബശ്രീ ചെയർപേഴ്സൺ പ്രസന്നാരായണ ദിവെ, ചാവക്കാട് സഹകരണ ബാങ്ക് പ്രസിഡന്റ് അബ്ബാസ് മാലിക്കുളം, കൃഷി ഫീൽഡ് ഓഫീസർ S ശശീന്ദ്ര എന്നിവർ സംസാരിച്ചു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ ഓണച്ചന്തയ്ക്ക് തുടക്കമായി. ഗ്രാമപഞ്ചായത്ത് ഓഫീസ് അങ്കണത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് MP സജീബ് നിർവഹിച്ചു. കുടുംബശ്രീ CDS ചെയർപേഴ്സൺ വിജിത മജ്നു അധ്യക്ഷയായി. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ നിവ്യ റനീഷ് ആദ്യ വിൽപ്പന നിർവഹിച്ചു. സെക്രട്ടറി KK രാധാകൃഷ്ണൻ, CDS വൈസ് ചെയർപേഴ്സൺ KR രജിത, അസിസ്റ്റന്റ് സെക്രട്ടറി CO ആൻഡോ എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, CDS ഭാരവാഹികൾ, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. പഴം, പച്ചക്കറി എന്നിവയ്ക്കൊപ്പം വിവിധ കുടുംബശ്രീ ഉൽപ്പന്നങ്ങളുടെയും വസ്ത്രങ്ങളുടെയും വിപണിയാണ് ചന്തയിൽ ഒരുക്കിയിട്ടുള്ളത്. അക്കിക്കാവ് TMVHS സ്കൂൾ 1986 ബാച്ചിലെ പൂർവ്വകാല വിദ്യാർത്ഥി കൂട്ടായ്മയായ TMHS 86ന്റെ കുടുംബസംഗമവും ഓണാഘോഷവും നടന്നു. അക്കിക്കാവ് ആൽത്തറ അരേകത്ത് വിനോദിന്റെ വീട്ടിൽ നടന്ന ചടങ്ങിൽ ഗ്രൂപ്പ് പ്രസിഡന്റ് സുരേഷ് തിപ്പലശ്ശേരി, സെക്രട്ടറി സേതുമാധവ പണിക്കർ, ട്രഷറർ കല്ലായി ഉമ്മർ എന്നിവർ സംസാരിച്ചു. ഗ്രൂപ്പിലെ അംഗങ്ങളുടെ കരോക്കെ ഗാനാലാപനവും തിരുവാതിരക്കളിയും ഗ്രൂപ്പ് അംഗങ്ങൾ ചേർന്നൊരുക്കിയ ഓണസദ്യയുമുണ്ടായിരുന്നു. പോർക്കുളം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ സംസ്ഥാന കൃഷിവകുപ്പുമായി സഹകരിച്ച് നടത്തുന്ന ഓണസമൃദ്ധി കർഷക ചന്ത പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് തുഷാര സുബീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് അംഗങ്ങളായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, P പ്രവീൺകുമാർ, കർഷക പ്രതിനിധി അഷ്റഫ് TK, പഞ്ചായത്ത് സെക്രട്ടറി മൈമൂനത്ത് എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സുഷ്ന സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രജിത നന്ദിയും പറഞ്ഞു. പച്ചക്കറി കൃഷിയുടെ വൈവിധ്യം അറിയുവാൻ കാർഷിക ക്ലബ് അംഗങ്ങൾ കൃഷിത്തോട്ടത്തിലെത്തി. വിളകളെ അറിഞ്ഞും വിളവെടുത്തും അവർ കൃഷി അറിവുകൾ സമൃദ്ധമാക്കി. വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറിന്റെ കൃഷിയിടത്തിലേക്കാണ് ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ് അംഗങ്ങൾ ഓണത്തിന്റെ കാർഷിക യാത്രയുടെ ഭാഗമായി എത്തിയത്. കിരാലൂരിലുള്ള പെരുമ്പള്ളിപ്പാട്ട് ഫൈസലിന്റെ 14 ഏക്കർ സ്ഥലത്തെ ദിലീപ് കുമാർ കൃഷി ചെയ്ത വിവിധ ഇനം വാഴകൾ, ഇഞ്ചി, കൂർക്ക, പയർ, പാവയ്ക്ക, പച്ചമുളക്, പൊടിക്കിഴങ്ങ്, കാവത്ത്, കുക്കുംബർ, മത്തൻ, ചേന, കരിമ്പ്, പടവലം തുടങ്ങി നിരവധി വിളകളാണ് ക്ലബ് അംഗങ്ങൾ സന്ദർശിച്ചത്. ക്ലബിൽ 30ഓളം വരുന്ന സംഘം കൃഷിരീതിയെക്കുറിച്ച് മറ്റ് സംശയ നിവാരണം നടത്തി. തുടർന്ന് ക്ലബ് അംഗങ്ങൾ വിവിധ വിളകളിൽ നിന്ന് വിളവെടുപ്പ് നടത്തി. കൃഷിത്തോട്ടത്തിലെത്തിയ സംഘത്തെ ദിലീപ് കുമാർ, ഷേർലി ദിലീപ് കുമാർ, മകൻ അശ്വത് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. തൃശൂർ ജില്ലാ നിയമസേവന അതോറിറ്റി, ചാവക്കാട് താലൂക്ക് നിയമസേവന കമ്മിറ്റി, ഗുരുവായൂർ വില്ലേജ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കമ്മ്യൂണിറ്റി മീഡിയേഷൻ സംഘടിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ ജനങ്ങളുടെ പരാതികൾ വേഗത്തിൽ കണ്ടെത്തി പരിഹരിക്കുവാനും ഗുരുവായൂരിനെ തർക്കരഹിത വില്ലേജാക്കി മാറ്റാനുമാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 4 പാനൽ അംഗങ്ങളാണ് മീഡിയേഷന് നേതൃത്വം നൽകിയത്. കേരള ബാങ്ക് റിട്ടയർഡ് ബ്രാഞ്ച് മാനേജർ R രവികുമാർ, കാനറ ബാങ്ക് റിട്ടയർഡ് ജനറൽ മാനേജർ P ഗോപാലകൃഷ്ണൻ നായർ, തൃശൂർ വിവേകോദയം ബോയ്സ് സ്കൂൾ റിട്ടയർഡ് ASI P വിജയലക്ഷ്മി, KSCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പുരുഷോത്തമ പണിക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. എല്ലാ മാസവും ഇത്തരം കമ്മ്യൂണിറ്റി മീഡിയേഷൻ കേന്ദ്രത്തിൽ തുടരുമെന്ന് സംഘാടകർ അറിയിച്ചു. താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി പാരാലീഗൽ വളണ്ടിയർമാരായ വർഷമാധവൻ, ഹിബ, പ്രിയ എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായ് ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിൽ കേരള പോലീസ് മേധാവി റവാദ ആസാദ് ചന്ദ്രശേഖർ IPS, തൃശൂർ ജില്ലാ പോലീസ് മേധാവി നകുൽ രാജേന്ദ്ര ദേശ്മുഖ് IPS എന്നിവർ ദർശനം നടത്തി. ദേവസ്വം ഓഫീസർ E ശ്രീരാജ് ഇരുവരെയും സ്വീകരിച്ചു.
ഭഗവാനെ തൊഴുത ശേഷം മുക്കടി ഔഷധം സേവിച്ചു. ധന്വന്തരി ഛായാചിത്രം ദേവസ്വം ഓഫീസർ ഇരുവർക്കും സമ്മാനിച്ചു. ബസ് യാത്രക്കിടയിൽ ശാരീരിക അസ്വസ്ഥത അനുഭവപ്പെട്ടതിനെ തുടർന്ന് യുവതിയെ ആശുപത്രിയിൽ എത്തിച്ച് KSRTC ജീവനക്കാരുടെ മാതൃക. പെരിന്തൽമണ്ണ ചെറുകര സ്വദേശിനിയായ 22 വയസ്സുകാരിക്കാണ് യാത്രക്കിടയിൽ ശാരീരികമായ അസ്വസ്ഥത ഉണ്ടായത്. തൃശൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പോവുകയായിരുന്ന KSRTC ബസ് പാറമ്പാടം എത്തിയപ്പോഴാണ് യുവതി ബസ്സിൽ കുഴഞ്ഞു വീണത്. ശനിയാഴ്ച രാത്രി 8 മണിയോടെയാണ് സംഭവം. ഉടനെ യുവതിയെ പെരുമ്പിലാവ് അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. ബസ്സിൽ തനിച്ച് യാത്ര ചെയ്യുകയായിരുന്ന യുവതിയുടെ ബന്ധുക്കളെ വിവരം അറിയിച്ചതായി ആശുപത്രി അധികൃതരും ബസ്സിലെ ജീവനക്കാരും പറഞ്ഞു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ വിശുദ്ധ ദൈവമാതാവിന്റെ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. ഞായറാഴ്ച രാവിലെ വിശുദ്ധ കുർബാനയും കാലം ചെയ്ത പത്രോസ് മോർ ഒസ്താത്യോസ് മെത്രാപ്പൊലീത്തയുടെ 4ാമത് ശ്രാദ്ധവും ആചരിച്ചു. തുടർന്ന് വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെരുന്നാൾ കൊടി ആശീർവദിച്ച് ഇടവക ട്രസ്റ്റി, സെക്രട്ടറി എന്നിവർക്ക് കൈമാറി. മദ്ബഹ ശുശ്രൂഷകർ അകമ്പടിയായി. കൊടിമരത്തിനടുത്തെത്തിയപ്പോൾ പ്രാർത്ഥനയ്ക്ക് ശേഷം വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ പെരുന്നാൾ കൊടിയേറ്റം നടത്തി. സെപ്റ്റംബർ 1 മുതൽ 8 വരെയാണ് ദൈവമാതാവിന്റെ മധ്യസ്ഥതയാചിച്ചുള്ള 8 നോമ്പാചരണം നടക്കുന്നത്. 8 ദിവസങ്ങളിലും രാവിലെ വിശുദ്ധ മൂന്നിന്മേൽ കുർബാന, പകൽ ധ്യാനയോഗം, വൈകിട്ട് സന്ധ്യാനമസ്കാരം, ഗാനശുശ്രൂഷ, 44ാമത് 8 നോമ്പ് സുവിശേഷ മഹായോഗം, 5-ാം തീയതി രാത്രി മുട്ടുകുത്തൽ വഴിപാട് നടക്കും. 7-ാം തീയതി രാത്രി 7 മണിക്ക് പ്രസിദ്ധവും ഭക്തിനിർഭരവുമായ 8 നോമ്പ് റാസ, ദൈവമാതാവിന്റെ വിശുദ്ധ സുനോറോ വണക്കം, അത്താഴ സദ്യ എന്നിവയും നടക്കും. സമാപന ദിവസം 8-ന് വിശുദ്ധ കുർബാന, പ്രദക്ഷിണം, നേർച്ചസദ്യ എന്നിവയോടെ പെരുന്നാൾ സമാപിക്കും. പെരുന്നാൾ കൊടിയേറ്റത്തിന് പള്ളി വികാരി ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ജില്ലാ സെമിനാർ സംഘടിപ്പിച്ചു. മമ്മിയൂർ LF കോൺവെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹാളിൽ നടന്ന സെമിനാർ ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഉദ്ഘാടനം ചെയ്തു. അസിസ്റ്റന്റ് സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ PF ശ്രീജ അധ്യക്ഷത വഹിച്ചു. DEO ഉൾപ്പെടെ 14 വിരമിച്ച അധ്യാപകർക്കും 10, 15, 20, 25 വർഷങ്ങൾ സേവനം അനുഷ്ഠിച്ചവരെയും അവാർഡ് നൽകി ആദരിച്ചു. ഹിമാലയ വുഡ് ബാഡ്ജ് അർഹരായ 2 പേർക്കും CM ഷീൽഡ് ജേതാക്കൾ, ലീഡർ ട്രെയിനർ അർഹരായ അനിത C മാത്യു, PF റീജ, സംസ്ഥാന തലത്തിൽ പഞ്ചഗുസ്തിയിൽ 1ാം സ്ഥാനം ലഭിച്ച TJ പ്രിൻസി, നാഷണൽ ജാംപൂരി അവാർഡ്, രാജപുരസ്കാർ അവാർഡ് ജേതാക്കൾ എന്നിവരെയും അനുമോദിച്ചു. സ്റ്റേറ്റ് ഓർഗനൈസിംഗ് കമ്മീഷണർ GK ഗിരീഷ് സെമിനാർ അവതരണം നടത്തി. ചാവക്കാട് ജില്ലാ സെക്രട്ടറി TU ജെയ്സൺ, ജില്ലാ ട്രെയിനിംഗ് കമ്മീഷണർ അനിത C മാത്യു, ഡിസ്ട്രിക്ട് ഓർഗനൈസിംഗ് കമ്മീഷണർ ജോസ് C പോന്നൂർ, സുരേഷ് കുമാർ എന്നിവർ സംസാരിച്ചു. മണലൂർ നിയോജക മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കിയുള്ള നവമണലൂർ വികസന പദ്ധതിയുടെ ഭാഗമായി കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ നവമ സാഹിത്യോത്സവം സംഘടിപ്പിച്ചു. ആഗസ്റ്റ് 22, 23, 24 തീയതികളിൽ മണ്ഡലത്തിലെ മുഴുവൻ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തും കുനുമുച്ചി ഗ്രാമീണ വായനശാലയും സംയുക്തമായി നവമ സാഹിത്യോത്സവം സംഘടിപ്പിച്ചത്. കുനുമുച്ചി സെന്റ് തോമസ് UP സ്കൂളിൽ നടന്ന സാഹിത്യോത്സവം കവി കരീം അരിയന്നൂർ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് CK സുദീപ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ VK ദാസൻ, VV തിലകൻ, നിവ്യ റെനീഷ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, കുനുമുച്ചി ഗ്രാമീണ വായനശാല പ്രസിഡന്റ് ജോമി ജോൺസൺ എന്നിവർ സംസാരിച്ചു. സാഹിത്യോത്സവത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി വിവിധ രചനാ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. പാലക്കാട് റെയിൽവേ ഡിവിഷന്റെ തൽസ്ഥിതി നിലനിർത്താൻ സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു. കേരളത്തിലെ MP-മാർ പാർലമെന്റിൽ വിഷയം ഉന്നയിക്കുകയും ബന്ധപ്പെട്ടവരിൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്തുകയും വേണമെന്നും സംഘടന ആവശ്യപ്പെട്ടു. കേരളത്തിലും പ്രത്യേകിച്ച് മലബാറിലും തീവണ്ടി യാത്രക്കാരുടെ ദുരിതം വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ജനപ്രതിനിധികളെയും യാത്രാ സംഘടനകളെയും പങ്കെടുപ്പിച്ച് എറണാകുളത്തോ തൃശൂരിലോ അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്ന് ദേശീയ വർക്കിംഗ് ചെയർമാൻ ഷെവ്ലിയാർ CE ചാക്കുണ്ണിയും കേരള ഘടകം ചെയർമാൻ A ശിവശങ്കരനും ആവശ്യപ്പെട്ടു. യാത്രാക്ലേശങ്ങൾ പരിഹരിക്കുന്നതിനും പാലക്കാട് ഡിവിഷൻ തൽസ്ഥിതിയിൽ തുടരുന്നതിനും യോഗത്തിൽ ഉചിതമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അവർ പറഞ്ഞു. ഒരുപോലെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇടിച്ചു വീഴുന്ന മാതിരിയാണ് നമ്മൾ പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്ന വാർത്ത അറിഞ്ഞത്. ആദ്യമായല്ല പാലക്കാട് ഡിവിഷൻ വിഭജിക്കുന്നത്. സേലം ഡിവിഷൻ രൂപീകരിച്ചത് 600ഓളം കിലോമീറ്റർ പാലക്കാട് ഡിവിഷന് അടർത്തിയെടുത്താണ്. 600 കിലോമീറ്റർ ദൈർഘ്യം ഒരു ഡിവിഷന് വേണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ നിന്ന് പാലക്കാട് ഡിവിഷൻ കൂടി പോവുകയാണെങ്കിലും വരുമാനം ഏറ്റവും ഡിവിഷൻ പോവുകയാണെങ്കിലും. കുറച്ചുകാലമായി തിരുവനന്തപുരം ഡിവിഷനിലെ നാഗർകോവിൽ മേഖലയെ മധുര ഡിവിഷനിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള നീക്കങ്ങൾ നടക്കുന്നതായി നേതാക്കൾ ചൂണ്ടിക്കാട്ടി.
കേരളം സത്വര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സംസ്ഥാനത്തിന് റെയിൽവേ ഡിവിഷൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടാകുമെന്നും അവർ ആശങ്ക പ്രകടിപ്പിച്ചു. പാലക്കാട് ഡിവിഷൻ വിഭജിക്കപ്പെട്ടാൽ അർഹരായ അടിയന്തര യാത്രക്കാർക്ക് എമർജൻസി കോട്ട ലഭിക്കുന്നതിനായി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷനെ ആശ്രയിക്കേണ്ടിവരും. നേരത്തെ പാലക്കാട് ഡിവിഷനിൽ നിന്നും ഏകദേശം 600 കിലോമീറ്റർ റെയിൽപാത അടർത്തിയെടുത്താണ് സേലം ഡിവിഷൻ രൂപീകരിച്ചതെന്നും സംഘടനാ ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. പാലക്കാട് റെയിൽവേ ഡിവിഷൻ വിഭജനം കേരളത്തിലെ റെയിൽവേ വികസനത്തെയും യാത്രാ സൗകര്യങ്ങളെയും തകർക്കുന്ന തീരുമാനമാണെന്ന് കെ രാധാകൃഷ്ണൻ എം പി. പാലക്കാട് ഡിവിഷന്റെ ജീവനാഡിയായ മംഗലാപുരം മേഖലയെ വെട്ടിമാറ്റി സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ മൈസൂരു ഡിവിഷന് നൽകാനുള്ള കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ തികച്ചും അന്യായമായ വിജ്ഞാപനം അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവിന് കത്തയച്ചതായും കെ രാധാകൃഷ്ണൻ എം പി പറഞ്ഞു. ഒക്ടോബർ 1 മുതൽ നിലവിൽ വരുന്ന ഈ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കാനും പാലക്കാട് ഡിവിഷന്റെ പൂർണ്ണരൂപം നിലനിർത്താനും കേന്ദ്ര സർക്കാർ തയ്യാറാകണമെന്ന് എം പി ആവശ്യപ്പെട്ടു. ഹുബൂബുൽ ഹബീബ് 2026 മിലാദ് ആഘോഷത്തിനായി അകലാട് മർക്കസ് ഒരുങ്ങി. 27-ന് വ്യാഴാഴ്ച അന്നദാനത്തോടു കൂടിയാണ് സമാപിക്കുക. വിണ്ണിലും മണ്ണിലും സമാധാനത്തിന്റെ പ്രഭ പരത്തിയ മഹത്വങ്ങളുടെ ഉടമ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ 1501 ജന്മദിനത്തിന്റെ ഭാഗമായി അകലാട് മർക്കസിന്റെ നേതൃത്വത്തിൽ ഹുബുൽ ഹബീബ് 2026 വിപുലമായി ആഘോഷിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി മദ്രസ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ സ്വാഗത സംഘം രൂപീകരിച്ചാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. റബിയുൽ അവൽ മാസം പിറന്നതോടുകൂടി നബിദിന വിളംബര റാലിയോടുകൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. ദശദിന മൗലൂദുകൾ, മദ്രസ വിദ്യാർത്ഥികളുടെ കലാവിരുന്നുകൾ, മദ്രസയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കൽ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, ലഹരിവിരുദ്ധ ക്യാമ്പയിൻ, മെഡിക്കൽ ക്യാമ്പ്, ഹുബുൽ ഹബീബ് സെമിനാർ, പൂർവ്വ വിദ്യാർത്ഥികളുടെ കലാവിരുന്ന്, ആദർശ പഠന ക്ലാസ്, ഖബർ സിയാർത്ത്, രോഗീ സന്ദർശനം എന്നിവയാണ് ഇതിന്റെ ഭാഗമായി നടത്തുന്നത്. റബിയുൽ അവൽ 12 ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് മൗലീദ് സദസ്സിനുശേഷം അകലാട് മർക്കസ് പ്രസിഡന്റ് ഷംസുദ്ദീൻ ഹാജി പതാക ഉയർത്തും. തുടർന്ന് കുട്ടികളുടെ നബിദിന ഘോഷയാത്രയും ഹുബുൽ ഹബീബ് ബൈക്ക് റാലി, വിദ്യാർത്ഥികളുടെ കലാപരിപാടികൾ എന്നിവയും നടത്തും. 13-ന് ബുധനാഴ്ച പൊതുസമ്മേളന വേദിയിൽ ഹംസ മുസ്ലിയാർ പ്രാർത്ഥന നടത്തും. ഹുബുൽ ഹബീബ് കൺവീനർ ടി.യു. മുഹമ്മദ് റാഫി, ചെയർമാൻ റിയാസ് ഫാദിലി തുടങ്ങിയവർ പങ്കെടുക്കുന്ന വേദിയിൽ അകലാട് മർക്കസ് മുൻ സദർ കെ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഉദ്ഘാടനം നിർവഹിക്കും. പ്രിൻസിപ്പൽ റിഷാദ് സഖാഫി പരുവൂർ മുഖ്യപ്രഭാഷണം നടത്തും. മർക്കസ് സെക്രട്ടറി മുഹമ്മദ് റാഫി സമ്മാനദാനവും, ഷമീർ സുഹരി സർട്ടിഫിക്കറ്റ് വിതരണവും, അബൂബക്കർ മുസ്ലിയാർ അവാർഡ് വിതരണവും, AP അബൂബക്കർ ട്രോഫി വിതരണവും നടത്തും. 14-ന് രാവിലെ 10 മണിക്ക് നടത്തുന്ന അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഹുബുൽ ഹബീബ് 2026 സമാപിക്കും. അൽഹംദുലില്ലാഹ്, നമ്മുടെ പദ്ധതിയുടെ ഭാഗമായിട്ട് രോഗ സന്ദർശനങ്ങൾ നടന്നിരുന്നു, മെഡിക്കൽ ക്യാമ്പ് നടന്നിരുന്നു. അങ്ങനെ വ്യത്യസ്തമായ പദ്ധതിയിലൂടെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനത്തെ ആഘോഷിച്ചുകൊണ്ട് പൊതുജനങ്ങൾക്ക് പോലും ഉപകാരപ്പെടുന്ന നല്ല നല്ല പദ്ധതികളും പ്രവർത്തനങ്ങളും ഹുബുൽ ഹബീബിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുകയാണ്. പദ്ധതി നവമണലൂർ കാർബൺ ന്യൂട്രൽ മണലൂർ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സാഹിത്യോത്സവം നവമ 2026 ഭാഗമായി തൈക്കാട് മേഖലാ സംഘാടക സമിതിയുടെ നേതൃത്വത്തിൽ സാംസ്കാരിക ഘോഷയാത്ര നടത്തി. ബ്രഹ്മകുളം സെന്റ് തെരേസസ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര പ്രൊഫസർ സി രവീന്ദ്രനാഥ് MLA ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം തല നിർവാഹക സമിതി ചെയർമാൻ ഡോക്ടർ സി രാവുണ്ണി, ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി PG സുബിദ, സംഘാടക സമിതി ജനറൽ കൺവീനർ TE ജെയിംസ്, നഗരസഭാ കൗൺസിലർ രജിത സുധീഷ്, പ്രധാനാധ്യാപിക സിസ്റ്റർ ഡെയ്സി മരിയ, ഗീത കൈപ്പറമ്പിൽ, ഡോക്ടർ സുഭാഷിണി മഹാദേവൻ, TR രഞ്ജി, പ്രോഗ്രാം കോർഡിനേറ്റർ M ലോഹിതാക്ഷൻ, MA ഷാജി, CJ ബേബി, ശങ്കരനാരായണൻ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് അപ്പു മാസ്റ്റർ സ്കൂളിൽ സാഹിത്യ മത്സരവും ശില്പശാലയും സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന സാഹിത്യോത്സവം ആഗസ്റ്റ് 24-ന് സമാപിക്കും. പുന്നൂർക്കുളം കുന്നത്തൂരിൽ യുവാവിനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുക്കിലപീടികയിൽ ഷക്കീർ ഷെമി ദമ്പതികളുടെ മകൻ 20 വയസ്സുള്ള മുഹമ്മദ് റിഫാനാണ് തൂങ്ങി മരിച്ചത്. കഴിഞ്ഞ ദിവസം ഉച്ചയോടെയാണ് യുവാവിനെ വീട്ടിലെ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. റിസാന, മുഹമ്മദ് റിഹാൻ എന്നിവർ സഹോദരങ്ങളാണ്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ 3 ദിവസത്തെ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ് ക്യാമ്പിന് തുടക്കമായി. കുന്നംകുളം SI KS അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു.
പ്രിൻസിപ്പൽ സാജിദ റസാഖ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജൂനിയർ പ്രിൻസിപ്പൽ KR രവ്യ, ഡ്രിൽ ഇൻസ്ട്രക്ടർ വിനീഷ ഉണ്ണികൃഷ്ണൻ, CPO ആനന്ദ് ഹിരൺ, അനീറ്റ ബിനു എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയും സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുമായ MK ഷഹരിയാർ കഥയും സംവിധാനവും നിർവഹിച്ച ഓപ്പറേഷൻ തൂഫാൻ എന്ന ലഹരിക്കെതിരെയുള്ള ലഘു ചിത്രീകരണവും ഉണ്ടായി. ത്രിദിന ക്യാമ്പിന്റെ ഭാഗമായി വിവിധ ബോധവൽക്കരണ ക്ലാസുകൾ, പരിശീലന സെഷനുകൾ, ശില്പശാലകൾ തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കും. ചരമം കുന്നംകുളം ശാസ്ത്രജി നഗറിൽ തോലത്ത് ജിന്നി അയ്പ് ഭാര്യ ഗീത ജിന്നി നിര്യാതയായി. 68 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് ആർത്താറ്റ് സിംഹാസന ദേവാലയ സെമിത്തേരിയിൽ നടക്കും. മനിത ജോവിൻ മകളാണ്. ചാലശ്ശേരി പുലിക്കോട്ടിൽ കുഞ്ഞിപ്പു ഭാര്യ കുഞ്ഞാണിക്കുട്ടി നിര്യാതയായി. 50 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച കാലത്ത് 10 മണിക്ക് ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ പള്ളി സെമിത്തേരിയിൽ നടക്കും. സ്റ്റീഫൻ, ലില്ലി, ജെല്ലി എന്നിവർ മക്കളാണ്. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. വിവാഹ ചരിത്രം തിരുത്തിക്കുറിച്ച് ഗുരുഭവനപുരി. ചിങ്ങത്തിലെ ആദ്യ ഞായറാഴ്ച ക്ഷേത്ര സന്നിധിയിൽ നടന്നത് 416 വിവാഹങ്ങൾ. റെക്കോർഡ് വിവാഹത്തിനായി ദേവസ്വം ഒരുക്കിയത് പ്രൊഫഷണൽ സമീപനത്തിലൂന്നിയ കുറ്റമറ്റ ക്രമീകരണങ്ങൾ. അണ്ടത്തോട് പാപ്പാളിയിൽ ദേശീയപാത മുറിച്ചു കിടക്കുന്നതിനിടെ കാറിടിച്ച് കാൽനട യാത്രികൻ മരിച്ചു. വടക്കേക്കാട് നാലാങ്കല്ല് കണ്ടംപുള്ളി സ്വദേശി 50 വയസ്സുള്ള ഒരു കുളങ്ങര സുനിയാണ് മരിച്ചത്. കുന്നംകുളം ചാട്ടുകുളത്ത് സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച അപകടം. ഒരാൾക്ക് പരിക്ക്. കുന്നംകുളം ഭാഗത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്വകാര്യ ബസ്സും എതിർദിശയിൽ വന്ന സ്വകാര്യ ബസ്സും തമ്മിൽ നേർക്കുനേർ കൂട്ടിയിടിക്കുകയും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.